ഹലോ മീ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും മോട്ടിവേഷൻ തന്ന ഒരു നല്ല അനുഭവം. അപ്പോൾ അതെന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാതെ പോയാലും മോശമല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആ അനുഭവത്തെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരു സാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര നമ്മളൊക്കെ ബഹുമാനം അല്ല പേടിച്ചിട്ട് അല്ലെങ്കിൽ നല്ല ബഹുമാനത്തോടൊക്കെ നോക്കുന്ന ഒരു സാറായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കും, ഏറ്റവും നന്നായിട്ട് പാട്ട് പാടും, എല്ലാത്തിനും നമുക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളൊക്കെ എന്ന് പറയണത് അക്കാലത്ത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ പോലും ഈ സാറിനോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടൊരു സാറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് പാടി പുകഴ്ത്തിയ കുറേ നാവുകളിൽ നിന്ന് തന്നെ മോശമായ കമൻറ്റുകൾ കേട്ട് തുടങ്ങി. ഇദ്ദേഹത്തെക്കുറിച്ച് എത്രത്തോളം പോസിറ്റീവായിട്ട് പറഞ്ഞവരാണെങ്കിലും അവരെല്ലാം നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങി. അത് ഈ സാറിൻ്റെ കൂട്ടുകാരുണ്ട്, സാറിൻ്റെ അധ്യാപകരുണ്ട്, ഞങ്ങളുടെ മറ്റു ഒരുപാട് അധ്യാപകരുണ്ട്, ഹെഡ് മാസ്റ്ററുണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, കുട്ടികൾ ഉണ്ട്. അങ്ങനെ ഇനി പറയാൻ എത്രത്തോളം ആരെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞോ അവരെല്ലാം ഏറ്റവും മോശമായിട്ട് പറയാൻ തുടങ്ങി. അതായത് ഇദ്ദേഹത്തിനെക്കുറിച്ച് തല്ല് കേസ്, പെണ്ണ് കേസ്, മോഷണം, അങ്ങനെ പലതും. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ നേരിൽ കാണുന്നവരെ ഞാനും ഇതൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. കാരണം അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ. ഇയാൾ ഇങ്ങനെ ആയിരുന്നോ, അത് ശരിയായിരിക്കും എന്നൊക്കെ അയാളെ ഇടിച്ച് താഴ്ത്താൻ പറ്റുന്ന ഒരു അവസരമല്ലേ. അപ്പം നമ്മൾ മാക്സിമം അതിനെ സപ്പോർട്ട് ചെയ്യും. നമുക്കതിനെക്കുറിച്ചൊന്നും അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടെങ്കിൽ പോലും നമ്മളും വിചാരിക്കും ഇത്രയൊക്കെ പറഞ്ഞത് അപ്പോൾ കള്ളത്തനമായിരുന്നല്ലേ, ഇത്രയും വലിയൊരു എന്തോ അയാളുടെ ആ ആദർശത്തിൽ നിന്നെല്ലാം ഇടുങ്ങി താഴെ വരുന്നൊരവസ്ഥ. എത്രയോ വലിയ ഉയരത്തിൽ നിന്നിട്ട് എത്രയോ ഒന്നും അല്ലാതെ താഴോട്ട് പോകുകയെന്ന് പറയണത് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് ആ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ സാറിനെ കുറിച്ച് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ശരിയായിരിക്കും, നമ്മൾ പഠിച്ചിറങ്ങിയതിന് ശേഷമല്ലേ അങ്ങനെ സംഭവിച്ച് കാണാം എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ ഈ സാറിനെ കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല കേട്ടോ. ആരും നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലോട്ട് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു കഴുകനായിരുന്നു. ഈ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സൈലൻ്റ് ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇയാൾ തെറ്റ് ചെയ്തിട്ടല്ലേ ഇയാൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ഇയാളൊന്നും വാദിക്കുന്നില്ലല്ലോ, ഒന്നിനോടും പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളും ഇയാൾ തെറ്റുകാരനാണ് എന്നങ്ങ് വിധി എഴുതി. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഇദ്ദേഹം ബാക്കിയുള്ളവരടുത്ത് എല്ലാവരുടെ അടുത്തും പ്രതികാരം ചെയ്യുകയായിരുന്നു. അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് അടികൂടി പ്രതികരിച്ചോ അങ്ങനെയൊന്നും അല്ല, ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ പ്രതികാരം വീട്ടുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കഴുകനെ പോലെ. ഈ കഴുകനെന്ന് പറഞ്ഞത് എല്ലാവരും കൂടി വളങ്ങിട്ട് ആക്രമിച്ചപ്പോൾ കഴുകൻ തിരിച്ചാക്രമിക്കാൻ നിൽക്കില്ല. കഴുകന് അതിനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്. കഴുകനൊരു മനുഷ്യനെ തന്നെ കൊത്തിക്കീറി തിന്നാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ കഴുകനെ കാക്കകൾ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ഒരിക്കലും കാക്കയെ തിരിഞ്ഞു നിന്ന് കഴുകൻ ആക്രമിക്കില്ല. കഴുകന് മുകളിലോട്ട് പറന്നുയരുകയാണ് ചെയ്യണത്. അപ്പോൾ കുറേ ദൂരം ഈ കാക്കകളെല്ലാം പുറകെ പറന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കുറേ കഴിയുമ്പം കാക്കകളുടെ ചിറക് തളരും, കാക്കകൾ തിരിച്ച് താഴോട്ട് പറക്കാൻ തുടങ്ങും. എന്നാൽ തൻ്റെ ലക്ഷ്യം നേടിയെടുത്ത് തന്നെ ആക്രമിക്കാൻ വരണവരുടെ അടുത്തുനിന്ന് ഈ കഴുകൻ മുകളിലോട്ട് പറക്കും. ഒരുപാട് ദൂരം പറന്നിട്ട് കാക്കകൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും താഴോട്ട് തന്നെ പോരും. കഴുകൻ മുകളിലോട്ട് തന്നെ പോകും. ഇത് തന്നെയാണ് സാറും ചെയ്തത്. സാറ് ഇത്രയും വന്ന പ്രശ്നങ്ങളൊന്നും സാറ് നേരിട്ടത് എതിരെ തിരിഞ്ഞു നിന്നിട്ടല്ല, നേരെ മുകളിലോട്ട് നോക്കി സാറിൻ്റെ ലക്ഷ്യത്തിലേക്ക് സാറ് പറന്നു പോവുകയായിരുന്നു. സാറ് ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ സാറിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. താൻ ശത്രുവെന്ന് കരുതിയിരുന്നവരെല്ലാം മിത്രങ്ങളാണെന്നും മിത്രങ്ങളെന്ന് കരുതിയിരുന്നവരാണ് ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ഒരു വീഴ്ചയിൽ ഏറ്റവും വലിയ ശത്രുവായി മാറണം എന്നുള്ള കാര്യവും സാറിന് മനസ്സിലായി എന്നുള്ളതാണ്. തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള ആളുകളെ ചേർത്ത് പിടിച്ചും കൊണ്ട് സാറിൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ബാക്കിയുള്ളവരടുത്ത് ആരടുത്തും തൻ്റെ കൂടെ നിൽക്കും, തന്നെ സ്നേഹിക്കും, തനിക്ക് സപ്പോർട്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്ന തൻ്റെ ആത്മമിത്രങ്ങളെടുത്ത് പോലും അദ്ദേഹത്തിന് ഒരു പരാതിയില്ല, പിണക്കവും ഇല്ല, പരിഭവവും ഇല്ല. അവരെല്ലാവരും ശത്രുപക്ഷത്തിലേക്ക് മാറിയപ്പോൾ പോലും അദ്ദേഹത്തിന് ആരടുത്തും, ശത്രുക്കളടുത്ത് ആയാലും പോലും ഇദ്ദേഹത്തിന് ആരടുത്തും ഒരു വാശിയില്ല, ഒന്നിനോടും ഒരു പരിഭവവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്
ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടെന്ന് വെച്ചാൽ ഒരുപാട് പരാജയങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ പരാജയങ്ങളെല്ലാം തന്നെ ശത്രുക്കൾ വാഴ്ത്തി പാടിയവരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരു സഹതാപമൊക്കെ പറയുമെങ്കിലും കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ മറ്റൊരാളുടെ അടുത്ത് പോയി നിന്ന് കൈയടിച്ച് ആ പരാജയങ്ങളെ അവരുടെ ആഘോഷങ്ങളാക്കി മാറ്റിയ സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമൊക്കെ നേടിയെടുത്ത് അദ്ദേഹം ഒരു പൊസിഷനിലെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം ഉടനെ തന്നെ അറിയപ്പെടും. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താം. അപ്പോൾ ഈ സാറിൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. നമ്മളടുത്ത് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ ശത്രുവായി കണ്ട് പെരുമാറുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന കുറേ ആത്മമിത്രങ്ങളായിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യുക. അവർ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും നമ്മളവിടെ വീണ് പോയെങ്കിലും അവിടെ വീണ് കിടക്കാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം. കഴുകനെ പോലെ പാറി പറക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ സാറിൻ്റെ ലൈഫ് സ്റ്റോറി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അവിടെ കിടന്നു പോയി, ഇപ്പോൾ സാർ അവിടെ ആ ഒരു വീഴ്ചയില്ല, അവിടെ തന്നെ അയ്യോ എന്നെ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു കേസ് ഉണ്ടായല്ലോ എന്നൊക്കെ വിചാരിച്ച് സാർ അവിടെ തന്നെ താടിയും മുടിയൊക്കെ വളർത്തി എഴിക്കാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ സാർ ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലെത്തില്ല. അപ്പോൾ അതിനെയെല്ലാം ചവിട്ടി മതിച്ച് അദ്ദേഹം ഒരു കഴുകനെ പോലെ പറന്നുയരുകയാണ് ചെയ്തത്. ആ ഒരു രീതി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് കാണുന്ന ആ ഒരു നിലയിൽ എത്തിപ്പെട്ടതും. അപ്പം നമ്മൾ അവിടെ നിന്ന് വീഴ്ന്ന് കിടന്നിടത്ത് നിന്ന് എണീറ്റാൽ മാത്രമേ നമുക്ക് അതിനെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും സാറിൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഉറപ്പായിട്ടും ഇതൊരു മോട്ടിവേഷൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും ഒരു ഹീറോയിസം തന്നെയാണ്. അദ്ദേഹത്തെ അനുകരിക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ തന്നെയാണ്. കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ട് നമ്മളെ തളച്ചിടുന്ന ഒരുപാട് ബന്ധനങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ നിന്നാവാം, നമ്മുടെ കൂട്ടുകാരിൽ നിന്നാവാം, ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന ആത്മമിത്രങ്ങളിൽ നിന്ന് തന്നെ ആവാം. പക്ഷെ അവിടെയൊന്നും നമ്മൾ തളർന്ന് കിടക്കരുത്. ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് നമ്മൾ പുറത്ത് വരിക തന്നെ വേണം. ഈ സാറിനെ പോലെ തന്നെ നമ്മൾ പുറത്ത് വന്നേ മതിയാകൂ. അങ്ങനെ വരാൻ കഴിഞ്ഞാൽ നമുക്കും ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാവുക. ആ ലക്ഷ്യം സാധിച്ചെടുക്കുന്നത് വരെ നമ്മൾ പടപൊരുതിക്കൊണ്ടേയിരിക്കുക. അതിൽ ബാക്കിയുള്ളവർ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. തളർന്നു പോകേണ്ട അടുത്ത് നിന്ന് തഴച്ച് വളരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ലൈഫ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ് നമുക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കഴുകനെ പോലെ നിങ്ങൾ എണീറ്റ് വരികയാണ് വേണ്ടതും. അത് മറ്റുള്ളവരടുത്ത് പ്രതികരിക്കുന്നത് അവരെ അടിച്ചിട്ടോ വഴക്കുറങ്ങിട്ടോ അവർ പെരുമാറിയ രീതിയിൽ തിരിച്ച് പ്രതികരിച്ചിട്ടോ ഒന്നും ആവരുത്. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം കൊണ്ട്, വിജയം കൊണ്ട് നിങ്ങൾ അതിനുള്ള മറുപടി പറയണം. ഈ സാറിനെ പോലെ തന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരടുത്ത് മറുപടി പറഞ്ഞത്. അതുപോലെ ആയിരിക്കണം എല്ലാവരും. അങ്ങനെ ആകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേക്കുക. ബൈ.